പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 4, തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിനു ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന്, നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട് എന്ന് ആരംഭത്തിൽ നമ്മൾ കണ്ടു. ആദ്യ ഭാഗം മനുഷ്യപുത്രൻ സഭയെക്കുറിച്ച് നടത്തുന്ന അവലോകനവും സഭയ്ക്ക് നൽകുന്ന ഉപദേശങ്ങളുമാണ്. രണ്ടാമത്തെ ഭാഗം രക്ഷാചരിത്രത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു, 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ഇനി അങ്ങോട്ട് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ 2ാം ഭാഗമാണ് അവതരിപ്പിക്കുക. ഈ 2ാം ഭാഗം രക്ഷാചരിത്രത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് അവതരിപ്പിക്കുന്നത്. രക്ഷാചരിത്രത്തിന് 2 ഭാഗങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട്. മനുഷ്യന്, പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷ, നിത്യജീവനുള്ള ഭാഗഭാഗിത്വം, അതാണ് ഒന്ന്. പക്ഷേ ഈ നിത്യജീവനുള്ള ഭാഗഭാഗിത്വവും രക്ഷയും തിന്മയെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തിന്മയുടെ മേലുള്ള ശിക്ഷാവിധിയും ഈ രക്ഷാചരിത്രത്തിൻ്റെ ഭാഗം തന്നെ. അതിനാൽ ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് തിന്മയെ ദൈവം ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ വിവിധങ്ങളായ ചിത്രങ്ങളായിരിക്കും അവതരിപ്പിക്കുക. ഈ ഭാഗം തന്നെ വീണ്ടും 7 ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഒരു സ്വർഗീയ ദർശനമാണ്, 4-5 അധ്യായങ്ങളിൽ. തുടർന്നു വരുന്നത് രണ്ടാമത്തേത് 7 മുദ്രകൾ തുറക്കുന്നതിൻ്റെ ചിത്രീകരണമാണ്. രക്ഷാചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ചിത്രീകരണം, ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം 7 മുദ്രകളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം 7 കാഹളങ്ങൾ മുഴക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം ഉണ്ടാവും. തുടർന്ന് സ്ത്രീയും സർപ്പവും എന്ന 12-ാം അധ്യായം, 12, 13, 14 അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. 5ാമതായിട്ട് വരുന്നത് ക്രോധത്തിൻ്റെ പാത്രങ്ങളേന്തിയ 7 ദൂതന്മാർ ആ പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നൊരു ചിത്രമാണ്. തുടർന്ന് 6ാമത്തേത് മഹാബാബിലോണിൻ്റെ പതനം അവതരിപ്പിക്കുന്നു. അവസാനം 7ാമത്തേത് സ്വർഗീയ ജെറൂസലത്തിൻ്റെ ചിത്രീകരണമാണ്. അത് 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ. ഇങ്ങനെ വീണ്ടും 7 ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന അതിലെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുക, സ്വർഗീയ ദർശനം. വെളിപാട് പുസ്തകം ആരംഭിച്ചത് തന്നെ ഒരു ദർശനത്തോടു കൂടിയായിരുന്നു, മനുഷ്യപുത്രൻ്റെ ദർശനം. ആ ദർശനം സ്വർഗത്തിലല്ല, ഭൂമിയിലാണ് സംഭവിച്ചത്. ഭൂമിയിൽ വർത്തിക്കുന്ന, സഭാമധ്യേ ജീവിക്കുന്ന, സഭയുടെ മധ്യത്തിൽ നടക്കുകയും സഭയെ കയ്യിൽ താങ്ങുകയും ചെയ്യുന്ന മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനെ ആണ് ആദ്യത്തെ ദർശനത്തിൽ അവതരിപ്പിച്ചത്. യേശുക്രിസ്തു യോഹന്നാന് നൽകുന്ന ദൗത്യം വിശദീകരിച്ചുകൊണ്ട്, 7 സഭകൾക്ക് എഴുതാനുള്ള ദൗത്യം വിശദീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തെ ദർശനം. ഒരു ദൗത്യം നൽകുന്ന ദർശനമാണ്.
ഇപ്പോൾ രണ്ടാമത്തെ ഭാഗവും ഒരു വലിയ ദർശനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇത്തവണത്തെ ദർശനം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭൂമിയെ വീക്ഷിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ ദർശനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ദർശനത്തിൽ പ്രധാനമായും കാണുന്നത് സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. ഈ ദൈവത്തിൻ്റെ ചിത്രം പ്രധാനമായും ഒരു സിംഹാസനവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നു. സിംഹാസനം അധികാരത്തിൻ്റെ അടയാളമാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ രാജാവാണ്, ചക്രവർത്തിയാണ്, രാജാധിരാജൻ. സിംഹാസനത്തിൽ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാവുക. പരിശുദ്ധ സിംഹാസനം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് റോമിലെ സഭയുടെ ആസ്ഥാനത്തെ. സിംഹാസനം രാജകീയ അധികാരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ സ്വർഗീയ സിംഹാസനം ഇനി അങ്ങോട്ടുള്ള ഈ ദർശനങ്ങളിൽ മുഴുവനും പ്രാധാന്യമുള്ള ഒരു പ്രത്യേക ദർശനമായി അവതരിപ്പിക്കുന്നു. കാരണം അവിടെ നിന്നാണ് ഭൂമിയെ സംബന്ധിച്ച തീരുമാനങ്ങളെല്ലാം ഉണ്ടാവുക. ഈ ഭൂമിയുടെ അധിപൻ ആരാണ് എന്നുള്ള ചോദ്യം ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വെളിപാട് പുസ്തകം ഉണ്ടായ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവും ദൈവവുമായി അവകാശപ്പെടുകയും ഈ ഭൂമിയുടെ അധിപൻ താനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന രാജാവിൻ്റെ അവകാശവാദങ്ങൾക്കെതിരെയുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ സ്വർഗീയ സിംഹാസനത്തിലൂടെ കാണുന്നത്. സ്വർഗീയ സിംഹാസനത്തിൽ നിന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാവുക. ഈ ഭൂമിയെ നയിക്കുന്നത്, ഭൂമിയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് ഈ ഭൂമിയിലുള്ള രാഷ്ട്രീയ ശക്തികളോ രാജകീയ ശക്തികളോ നാരകീയ ശക്തികളോ അല്ല, സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഈ ഭൂമി മുന്നോട്ട് പോകുന്നത്. ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ഭൂമിയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ ഭൂമിയുടെ ഭാഗധേയം, ഈ ലോകത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ 4-5 അധ്യായങ്ങളിൽ കാണാൻ പോകുന്നത്. പീഡാനുഭവങ്ങൾക്ക് മധ്യേ, മതപീഡനങ്ങൾക്ക് മധ്യേ മനസ്സ് തകരുന്ന വിശ്വാസികൾക്ക് പ്രത്യാശയും ശക്തിയും നൽകാൻ വേണ്ടിയാണ് വെളിപാട് പുസ്തകം രചിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പീഡനങ്ങളുടെയും കണ്ണീരിൻ്റെയും രക്തത്തിൻ്റെയും നിലവിളിയുടെയും മണ്ണിൽ നിന്ന് ശ്രദ്ധ ദൈവിക സന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ഈ രണ്ടാം ഭാഗത്ത്. നമുക്ക് ഓരോ വാക്യങ്ങളിലൂടെയും കടന്നു പോകാം. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കണ്ടു. മനുഷ്യൻ്റെ പാപം മൂലം സ്വർഗം അടയ്ക്കപ്പെട്ടുവെന്നും ഇനി സ്വർഗം തുറക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണെന്നും ഒരു ചിത്രീകരണം ബൈബിളിൽ കാണും. ചുരുക്കമായി സ്വർഗം തുറക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം ഒരു സ്വർഗം തുറക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഇത് യാക്കോബിനുണ്ടായൊരു ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് യേശു അവതരിപ്പിക്കുന്നത്. ജ്യേഷ്ഠനെ വഞ്ചിച്ച് അപ്പനിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ഭയന്ന് ഓടിയ യാക്കോബ് വഴിയരികിൽ തളർന്നു വീണ് കിടക്കുമ്പോൾ അവൻ്റെ മുകളിൽ സ്വർഗം തുറന്നു. ഒരു ദർശനത്തിൽ അവൻ കണ്ടു ആകാശം മുട്ടി നിൽക്കുന്ന കോവണി. ആ കോവണിയിലൂടെ ദൈവദൂതന്മാർ ഇറങ്ങി വരികയും കയറിപ്പോവുകയും ചെയ്യുന്ന, അപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിൽ വിച്ഛേദിക്കപ്പെട്ടിരുന്ന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഒരു ദർശനമാണ് യാക്കോബിനുണ്ടായത്. ആ ദർശനം യേശുവിൽ പൂർത്തിയാകും എന്ന് യേശു പറയുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക. സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. ആദ്യത്തെ ദർശനം ഭൂമിയിലായിരുന്നു, രണ്ടാമത്തെ ദർശനം സ്വർഗത്തിലാണ്. ഭൂമിയിൽ വസിക്കുന്ന, ഭൂമിയിൽ സഭയുടെ മധ്യേ നടക്കുന്ന യേശുവിൻ്റെ ചിത്രീകരണമായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയെ നയിക്കുന്ന, ഭാഗധേയം നിർണ്ണയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വരൂ, സ്വർഗീയ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ആഹ്വാനമാണ്. ഇനിയും സംഭവിക്കേണ്ടവ ഞാൻ കാണിച്ചു തരാം. 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ച്. ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതിനും
സകലതും രേഖപ്പെടുത്തുക. ഇപ്പോൾ ഉള്ളവ എന്ന് പറഞ്ഞത് 2-3 അധ്യായങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇനിയും സംഭവിക്കാനിരിക്കുന്നവയാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുക, ഇനിയും സംഭവിക്കേണ്ടവ ഞാൻ നിനക്ക് കാണിച്ചു തരാം. രക്ഷാചരിത്രത്തിൻ്റെ മുന്നേറ്റമാണ് ഇവിടെ എടുത്തു കാണിക്കാൻ പോകുന്നത്. അത് ഒരു ആവർത്തനം പോലെ തോന്നും, പക്ഷേ ഓരോ ആവർത്തനം കഴിയുമ്പോഴും ഒരു പടി കൂടി രക്ഷാചരിത്രം മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 പാത്രങ്ങൾ, ഈ ഓരോന്നുമായി ബന്ധപ്പെടുത്തി ഭൂമിയുടെ മേലെ ശിക്ഷാവിധി അരങ്ങേറുന്നതായി നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ കാണാം. അപ്പോൾ ഇനി സംഭവിക്കാനിരിക്കുന്നവ, ദൈവം എപ്രകാരമാണ് ഭൂമിയിൽ നിന്ന് തിന്മ പൂർണ്ണമായും തുടച്ചു മാറ്റുന്നത്, എങ്ങനെയാണ് നന്മ പൂർണ്ണമായും വിജയം വരിക്കുന്നത്, എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെ നവീകരിക്കുന്നത്, എങ്ങനെയാണ് തൻ്റെ ആധിപത്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത്, ഇതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നവ, ഇതാണ് ഇനിയും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോഴിത് 2ാം ഭാഗത്തിൻ്റെ ഒരു പൊതുവായ ആമുഖമാണ്. ഇനിയും സംഭവിക്കേണ്ടവ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. ഇനി കാണുന്നത് ഒരു ഭൗതികമായ കാഴ്ചയല്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, ഒരു ആത്മീയമായ ദർശനമാണ്. അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളുടെ എല്ലാം പൊതുവായൊരു വീക്ഷണമാണിത്. ഒരു ദർശനത്തിലൂടെ, ഒരു എക്സ്റ്റസിയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയും മനുഷ്യദൃഷ്ടിക്ക് കാണാനും മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാനും സാധിക്കാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ അനുഭൂതി, ഒരു എക്സ്റ്റസി, ഒരു ദൈവ അനുഭവമാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത്. ഇത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയുമാണ്. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം. ആദ്യമേ കാണുന്നത് സിംഹാസനമാണ്, ദൈവത്തെയല്ല. ആദ്യത്തെ ദർശനത്തിൽ സഭയെയാണ് കണ്ടത്, ദീപപീഠങ്ങൾ. ആ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്ന മനുഷ്യപുത്രനെ പിന്നീട് കാണുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആദ്യമേ കാണുന്നത് സ്വർഗീയ സിംഹാസനമാണ്. സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തെ നേരിട്ട് കാണാൻ ആർക്കും സാധിക്കില്ല. ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയുകയുമില്ല. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പൗലോസ് പറയും. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നു എന്നുള്ള അല്ലാതെ ആ ആളിൻ്റെ വിവരണമോ വിശദീകരണമോ ചിത്രീകരണമോ ഒന്നും ദർശനം വിവരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ ദർശനത്തിന് പിന്നിൽ പഴയ നിയമത്തിലെ 3 പ്രത്യേക ചിത്രങ്ങൾ വ്യക്തമായും കാണാവുന്നതാണ്. അഥവാ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ദർശനം ഇവിടെ ചിത്രീകരിക്കുന്നത്. അതിൽ യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ് ആദ്യത്തേത്. യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനുണ്ടായ സ്വർഗീയ ദർശനം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനെയാണ് യേശയ്യ കാണുന്നത്. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. ഇത് സ്വർഗീയ ദർശനം. ഇതുപോലെ തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലും കാണും ഇതുപോലൊരു ദർശനം. ദാനിയേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ദർശനമാണ് ഒരുപക്ഷേ ഈ വെളിപാട് പുസ്തകത്തിലെ ദർശനത്തിന് കൂടുതൽ അടുത്തു നിൽക്കുന്നത്. 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി, പുരാതനനായവൻ ഉപവിഷ്ടനായി. പുരാതനനായവൻ, ദ ഇറ്റേണൽ വൺ, ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണമാണ്. ആദിയും അന്തവുമില്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ, എന്നുമുള്ളവൻ, പുരാതനനായവൻ ഉപവിഷ്ടനായി. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം, അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു, 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. ന്യായാധിപ സഭ വിധിക്ക് ഉപവിഷ്ടമായി, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഇങ്ങനെയാണ് ദാനിയേൽ സ്വർഗീയ ദർശനം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെയും എസെക്കിയേലിൻ്റെയും യേശയ്യായുടെയും ദർശനങ്ങളുടെ ഒരു സംയുക്ത രൂപമാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ഈ സ്വർഗീയ ദർശനം. സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. രൂപമില്ല, മനോഹരൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മനോഹരമായ രത്നങ്ങളുടെ പേരുകൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ഈ സിംഹാസനസ്ഥൻ എപ്രകാരമാണുള്ളത്? അവൻ മനോഹരനാണ്, പക്ഷേ അവന് രൂപമില്ല. കാണാനോ വിവരിക്കാനോ സാധിക്കാത്ത അവാച്യമായ അനിർവചനീയമായ സൗന്ദര്യം മാത്രമാണ് സിംഹാസനത്തിൻ്റേത്.
ഇനി സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെ ഒരു മഴവില്ലും കാണപ്പെട്ടു. മഴവില്ല് സൗന്ദര്യത്തിൻ്റെ മനോഹാരിതയുടെ ഒരു അടയാളമാണ്. അതിനേക്കാൾ കൂടുതലായി മഴവില്ല് ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. നമുക്കറിയാം, പ്രളയത്തിൻ്റെ അവസാനം ദൈവം സർവ്വ സൃഷ്ടികളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ അടയാളമായി ദൈവം ഒരു മഴവില്ലിനെ സ്ഥാപിച്ചു. അത് ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് കാണും. എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ ഞാൻ എൻ്റെ വില്ല് സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്കുമേൽ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഇപ്പോഴും മഴവില്ല് ദൈവം ചെയ്ത ഉടമ്പടിയുടെ, ദൈവം സംരക്ഷണം നൽകുമെന്ന വാഗ്ദാനത്തിൻ്റെ ഓർമ്മ കൂടിയാണ്, അതിൻ്റെ അനുസ്മരണമാണ്, അടയാളമാണ് ഈ മഴവില്ല്. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. ആരാണ് ഈ 24 ശ്രേഷ്ഠന്മാർ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. 24 വൃന്ദം പുരോഹിതന്മാരുണ്ടായിരുന്നു. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന് ആരാധന വിധികൾ നിർണയിച്ച എസ്രായുടെ കാലത്ത് പുരോഹിതന്മാരെ 24 ഗണങ്ങളായി തിരിച്ച് ഓരോ ഗണവും ഓരോ ആഴ്ച ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അങ്ങനെ 24 ഗണം പുരോഹിതന്മാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഈ 24 അപ്പസ്തോലന്മാർ, സഭയുടെ അപ്പസ്തോലന്മാരായ 12 പേരും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും കൂടി ചേരുന്നതാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഇസ്രായേലിലെ ഗോത്രങ്ങൾ 12, ആ ഗോത്രങ്ങളുടെ സ്ഥാനത്ത് പിന്നീട് വന്ന സഭയിലെ 12 അപ്പസ്തോലന്മാർ, ഈ 12ഉം 12ഉം കൂടുമ്പോൾ 24ആയി. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ഇസ്രായേലായ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുഴുവനും പ്രതിനിധികളും പ്രതീകങ്ങളുമാണ് ഈ 24 ശ്രേഷ്ഠന്മാർ. അവർ സിംഹാസനങ്ങളിലിരിക്കുകയാണ്. അവർ കിരീടം ധരിച്ചവരുമാണ്. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരുടെ അകമ്പടിയോടുകൂടി സിംഹാസനത്തിലിരിക്കുന്നവൻ രാജാധിരാജനാണ്. അതേസമയം ദൈവജനം ദൈവത്തിൻ്റെ രാജ അധികാരത്തിൽ പങ്കുചേരുന്നു എന്ന സൂചനയും ഇതിനുകൂടിയുണ്ട്. പലതവണ നമ്മൾ കണ്ടതാണ്, എന്നോടുകൂടി സിംഹാസനത്തിലിരിക്കും, രാജകീയ അധികാരത്തിൽ പങ്കുചേരും. അങ്ങനെ സ്വർഗീയ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ ദൈവജനത്തിൻ്റെ മുഴുവനും പ്രതിനിധികളാണ്. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. ഇത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ബൈബിളിൽ ഒരുപാട് തവണ നമ്മൾ കാണുന്നതാണ് ഈ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും. ഒരു ഉദാഹരണം മാത്രം ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്നവരെല്ലാം ഭയന്നു വിറച്ചു. അപ്പോൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടയാളമാണ്, അതകമ്പടി സേവിക്കുന്നവയാണ് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളുമെല്ലാം. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപന്തങ്ങൾ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. നമുക്കറിയാം, പാത്മോസ് ദ്വീപിലെ യോഹന്നാൻ വസിച്ച ഗുഹയിൽ നിന്ന് പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് വലിയ കടലാണ്, പളുങ്ക് കടൽ പോലെ. ഇപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്നു. മനോഹരമാണ് പളുങ്കുകടൽ. അതേസമയം ദൈവത്തിൻ്റെ സർവാതിശായ ട്രാൻസെൻഡൻസിനെ, ദൈവം എല്ലാറ്റിനും അതീതനാണെന്നും മനുഷ്യനും ദൈവവും തമ്മിൽ അകലമുണ്ട് എന്നും സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ പളുങ്കുകടൽ. പിന്നീട് ഈ പളുങ്കുകടൽ ഇല്ലാതാകുന്നതായി കാണും 21-ാമത്തെ അധ്യായത്തിൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. 1-ാമത്തെ ജീവി സിംഹത്തെ പോലെ, 2-ാമത്തേത് കാളയെപ്പോലെ, 3-ാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, 4-ാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. എന്താണ് ഈ 4 ജീവികൾ? എന്തിനെയാണ് ഇത് പ്രതിനിധീകരിക്കുക? ദൈവത്തിന് സേവനമനുഷ്ഠിക്കുന്ന സെറാഫുകളെക്കുറിച്ച് യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ രഥം വഹിക്കുന്ന കിറൂബുകളെക്കുറിച്ച് എസെക്കിയേലിന്റെ 1-ാമത്തെ പുസ്തകത്തിലും പറയുന്നുണ്ട്, എസെക്കിയേലിന്റെ 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ഈ 2 ചിത്രങ്ങളും കൂടി സംഗ്രഹിച്ചെടുത്തതാണ് യോഹന്നാൻ്റെ പുസ്തകത്തിലെ ഈ ചിത്രീകരണം. അതേസമയം ഇവിടെ മാലാഖമാരാണ് ഈ ജീവികൾ എന്ന് പറയാനാവില്ല.
ഇവിടെ മാലാഖമാരെക്കാൾ കൂടുതൽ സർവ്വജീവജാലങ്ങളുടെയും പ്രതീകങ്ങളായിട്ടാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രതിനിധികളായിട്ടാണ് ഈ നാല് ജീവികളെ കാണുക. ഈ നാല് ജീവികളിൽ അവരുടെ മുഖത്തെക്കുറിച്ച് പറയും. 4 ജീവികൾക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. അവർക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ. സിംഹം ധൈര്യത്തിൻ്റെ അടയാളമാണ്. സിംഹത്തെ മൃഗങ്ങൾ രാജാവായിട്ടാണ് ചിത്രീകരിക്കുക. രണ്ടാമത്തേത് കാളയെപ്പോലെ. സിംഹം വന്യജീവിയാണ്, കാള വീട്ടുമൃഗമാണ്. കരുത്തിൻ്റെ അടയാളമാണ് കാള. ആദ്യത്തേത് ധൈര്യത്തിൻ്റെ വന്യജീവി, രണ്ടാമത്തേത് കരുത്തിൻ്റെ വീട്ടുമൃഗമായിരിക്കും. മൂന്നാമത്തേത് മനുഷ്യൻ്റേതാണ്. സൃഷ്ടവസ്തുക്കളിൽ ബുദ്ധിയുള്ള മനുഷ്യനാണ്, ബുദ്ധി ഉള്ള മനുഷ്യൻ. നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ, വേഗതയെ സൂചിപ്പിക്കുന്ന പക്ഷിവർഗ്ഗങ്ങൾ. അപ്പോൾ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും അടങ്ങുന്ന ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് ഈ ചിത്രീകരണത്തിലൂടെ ഗ്രന്ഥകാരൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. അവർ ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശയ്യായുടെ പുസ്തകത്തിൽ സെറാഫുകൾ ഉദ്ഘോഷിച്ച അതേ കീർത്തനം തന്നെയാണ് ഇവിടെ ഈ 4 ജീവികളും. അപ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഈ ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവയ്ക്ക് ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ, എല്ലാം കാണുന്നവയാണ്. സൃഷ്ടപ്രപഞ്ചം മുഴുവനും കൂടി ദൈവത്തെ കണ്ട് ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നു. ഇവിടെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന വിശേഷണം നിത്യനായ ദൈവം എന്നാണ് പറയുക. സർവശക്തൻ പന്തോ ക്രാത്തോർ എന്ന് പറയും. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുന്നവൻ, എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നവൻ, എല്ലാത്തിനെയും നയിക്കുന്നവൻ. സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവൻ മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടം സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. പ്രണമിച്ച് കിരീടം സമർപ്പിക്കുന്നത് ആരാധനയുടെ അടയാളമാണ്. ഇപ്പോൾ രാജാധിരാജനായ ദൈവത്തിൻ്റെ മുമ്പിൽ രാജാക്കന്മാരായ രാജകീയ അധികാരം സ്വീകരിച്ചിട്ടുള്ള ശ്രേഷ്ഠന്മാർ ദൈവജനം മുഴുവനും പ്രണമിച്ച് ആരാധിക്കുന്നു, കുമ്പിടുന്നു. എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. ആരാധന സ്വീകരിക്കാൻ അർഹനാണ്. രാജാവ് ആരാധന സ്വീകരിക്കാൻ അർഹനാണെന്ന് റോമൻ രാജാവ് പറഞ്ഞു. പക്ഷേ ഇവിടെ യഥാർത്ഥ ആരാധന സ്വീകരിക്കാൻ അർഹതയുള്ളത് ദൈവത്തിന് മാത്രമാണ്. കാരണം അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും ചെയ്തു. ദൈവത്തെ സൃഷ്ടികർമ്മത്തിൻ്റെ പേരിലാണ് പ്രപഞ്ചം മുഴുവനും ശ്രേഷ്ഠന്മാരും സ്തുതിക്കുന്നത്. സ്രഷ്ടാവായ ദൈവത്തെ, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഈ ദർശനത്തോടുകൂടി ദർശനത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വേദനയുടെയും പീഡനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കണ്ണീരിൻ്റെയും താഴ്വരയിൽ നിന്ന് മഹത്വപൂർണ്ണമായ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ വെളിപാട് പുസ്തകത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. ഈ ഭൂമിയിലെ യാതൊരു അധികാരികളും ശക്തികളുമല്ല ഈ ലോകത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ഭാഗധയെ നിർണ്ണയിക്കുന്നത്. മറിച്ച് അവിടുന്ന് തന്നെയാണ്. അങ്ങാണ് എല്ലാറ്റിനും അസ്തിത്വം നൽകുന്നത്, അങ്ങാണ് എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നത്, അങ്ങ് തന്നെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന ഈ അവബോധം നൽകുന്ന ആ വചനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് നന്ദി. സർവ്വജീവജാലങ്ങളോടും എല്ലാ മനുഷ്യരോടും ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.